ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം. മൈദ ഇതുപോലെ ടീസ്പൂൺ വെച്ചോ കയ്യിൽ വെച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് കപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ വടിച്ചെടുക്കണം. ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ എടുക്കാം. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അടുത്തത് ബേക്കിംഗ് സോഡ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി അരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു കുറഞ്ഞതൊരു 3 വട്ടെങ്കിലും നമുക്ക് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന ബൗളുകളും അരിപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പം ഞാനൊരു 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതുപോലെ ഓയിൽ എന്തെങ്കിലും ആയാലും പെറ്റി കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഞാനിതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കേക്ക് ടിന്നിൻ്റെ അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാൻ സൈഡിൽ അളവെടുത്തിട്ട് സൈഡിലായിട്ടും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ പേപ്പർ അവിടെ ഒട്ടിയിരുന്നോളും. ഇനി പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വല്ലാണ്ട് അധികം വേണ്ട, ചെറുതായിട്ട് മതിയാകും. അപ്പോൾ സൈഡിലും ഉള്ളിലേക്കായിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കേക്ക് ടിന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനൊരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്ന ബൗളും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ വൈറ്റ് വേറെ യെല്ലോ വേറെ ആയിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം തന്നെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് പതഞ്ഞ് വരണതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുപോകാം. ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പൊന്തി വരുമ്പോൾ നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബൗള് കമിഴ്ത്തി പിടിച്ചാലും നിലത്ത് വീകാത്ത വിധത്തിൽ ആയിരിക്കണം. ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് എഗ്ഗിൻ്റെ യെല്ലോ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം.
പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഗ് വൈറ്റ് വേണം ആദ്യം ബീറ്റ് ചെയ്യാനായിട്ട്. എഗ് യെല്ലോയിൽ എഗ് വൈറ്റിൻ്റെ അംശമായാലും കുഴപ്പമില്ല. പക്ഷേ എഗ് വൈറ്റിൽ യെല്ലോയുടെ അംശം ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രീം കളർ പരുവായി വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒരു 3-4 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാനിതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഓയിലും നമുക്ക് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമ്മൾ എഗ്ഗിൻ്റെ യെല്ലോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്നത് ഇതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലത്തെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ട് നമ്മൾ കുത്തി ഇളക്കരുത്. നല്ല സ്ലോവിൽ സാവധാനം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ വളരെ സ്ലോവിൽ സാവധാനം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്റ്റെപ്പായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൻ്റെ ഉള്ളിലായിട്ട് ഒരു റൗണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ്. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആ മൂടിയുടെ മുകളിലായിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 30-35 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും തുറന്ന് നോക്കാൻ പാടില്ല. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കാൻ പാടുള്ളൂ. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റിക്കുമ്പോൾ കേക്കിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേക്ക് വെന്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സാവധാനം റിമൂവ് ചെയ്ത് കളയാം. അപ്പം നമ്മൾ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ആറി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 3 ലെയറായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എത്ര ലെയർ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളും ഈ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് ഒരു 1.5 മണിക്കൂർ തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഈ ബൗളിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം കുറച്ചധികം നേരം ബീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബീറ്ററിൻ്റെ ബ്ലേഡ് ചൂടാവണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചൂടായ നമ്മൾ ക്രീം നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കേക്ക് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പ്രേ കുപ്പിയിൽ ആക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോൾ സ്പ്രേ കുപ്പി ഇല്ലെങ്കിലും ഇത് എങ്ങനെ വെച്ചിട്ടായാലും നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നന്നായി തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ കേക്കുമ്മൽ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ലെയറും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി ക്രീം പറ്റി ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഇലക്ട്രിക് പിങ്ക് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വെച്ചെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് ഡെക്കറേഷൻ പണികളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റിനും വരച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ഡിസൈൻ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കായതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി കളർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലോട്ട് കുറച്ച് സിൽവർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.